USS സാമുവൽ ബി റോബർട്ട്സ് നേരിട്ട അപകടത്തിന് ശേഷം വെറും ദിവസങ്ങൾ കൊണ്ട്, അതായത് 1988 ഏപ്രിൽ 18-ന് ഇറാന് വലിയ തിരിച്ചടികൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ദിവസമായിരുന്നു. മാസങ്ങൾക്ക് മുന്നേ ഇറാൻ സൈന്യം ഇറാഖിൻ്റെ അൽ-ഫാവ് ഉപദ്വീപ് പിടിച്ചെടുത്തിരുന്നല്ലോ. ഈ മേഖലയിൽ നിന്നാണ് മിസൈലുകൾ ഉപയോഗിച്ച് ഇറാൻ കുവൈത്ത് മേഖലകളിൽ ആക്രമണം നടത്തിയിരുന്നത്. ഉപദ്വീപിൽ ഇറാൻ നിലയുറപ്പിച്ചിരുന്നെങ്കിലും അന്നേ ദിവസം ഇറാഖിൻ്റെ നിരന്തരമായ ആർട്ടിലറി ആക്രമണം ഇവർക്ക് നേരിടേണ്ടി വന്നു. ഇറാന് ഇവയൊന്നും വേണ്ട വിധത്തിൽ പ്രതിരോധിക്കാനായില്ല. 18-ന് കൂടുതൽ ആയുധങ്ങളുടെ സഹായത്തോടെ ഇറാഖി റിപ്പബ്ലിക്കൻ ഗാർഡ് വൻ ആക്രമണം നടത്തിയപ്പോൾ അൽ-ഫാവ് പിടിച്ചെടുത്ത അതേ ഇറാനികൾ അതിശയകരമായ രീതിയിൽ പരാജയപ്പെടുകയാണുണ്ടായത്. ഇറാൻ ഇറാഖ് യുദ്ധസമയത്ത് ഹ്യൂമൻ വേവ് അറ്റാക്കുകൾ വ്യാപകമായി നടത്തിയായിരുന്നല്ലോ ഇറാൻ ഇറാഖിനെ പലയിടത്തും തോൽപ്പിച്ചത്. ഇവിടെ അതിനുള്ള മനുഷ്യർ പതിയെ പതിയെ കുറഞ്ഞെന്ന് ഇറാനും ബോധ്യപ്പെട്ടിരുന്നു. അപ്രകാരം നിർണായക വിജയമായി കണ്ടിരുന്ന അൽ-ഫാവ് പെനിൻസുലയുടെ നിയന്ത്രണം ഇറാന് നഷ്ടമാവുകയും ആ മേഖലയിൽ നിന്ന് പൂർണ്ണമായി പിൻവാങ്ങേണ്ടിയും വന്നു. എന്നാൽ അതേ ദിവസം തന്നെ അമേരിക്ക ഇറാന് നേരെ ഓപ്പറേഷൻ പ്രേയിങ് മാൻറ്റിസ് കൂടെ നടപ്പിലാക്കുകയുണ്ടായി. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം US നേവി നടത്തിയ ഏറ്റവും വലിയ ഓപ്പറേഷനുകളിലൊന്നായിരുന്നു പ്രേയിങ് മാൻറ്റിസ്. US നേവി ശത്രുവിനെതിരെ സർഫേസ് ടു സർഫേസ് മിസൈൽ തൊടുത്തുവിട്ട ആദ്യത്തെ സംഭവം കൂടിയായിരുന്നു ഇത്. അതിലൂടെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം US നേവി മുക്കിയ ഏറ്റവും വലിയ യുദ്ധക്കപ്പൽ എന്ന നിലയിലും ഓപ്പറേഷൻ പ്രേയിങ് മാൻറ്റിസ് ശ്രദ്ധേയമായി. 1988 ഏപ്രിൽ 14-ന് USS സാമുവൽ ബി റോബർട്ട്സ് ഇറാനിൽ സ്ഥാപിച്ച മൈനിൽ തട്ടി വലിയ അപകടമുണ്ടായതാണ് ഓപ്പറേഷൻ പ്രേയിങ് മാൻറ്റിസ് നടപ്പിലാക്കാനുള്ള പ്രധാന കാരണം. പേർഷ്യൻ ഗൾഫിൽ സ്ഥിരം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്ന ഇറാനിയൻ ഫ്രിഗേറ്റായ സബലാൻ മുക്കുക എന്നതായിരുന്നു ആ ദൗത്യത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. അതുപോലെ കടൽ മേഖലയിൽ ഇറാൻ ഇനി മൈനുകൾ വിന്യസിക്കാൻ അനുവദിക്കരുത് എന്ന നിലയിലുള്ള ഒരു തിരിച്ചടി അവർക്ക് നൽകുക എന്നതും US ലക്ഷ്യമായിരുന്നു. ഓപ്പറേഷൻ്റെ കമാൻഡറായി ഉണ്ടായിരുന്നത് റിയർ അഡ്മിറൽ ആൻ്റണി ലെസ് ആയിരുന്നു. ദൗത്യത്തിനായി എയർക്രാഫ്റ്റ് കാരിയറായ USS എൻ്റർപ്രൈസ് ഉൾപ്പെടെ ഒട്ടേറെ ബാറ്റിൽ ഗ്രൂപ്പുകൾ ഈ മേഖലയിൽ അണിനിരന്നു. കുറച്ചു കാലങ്ങൾക്ക് മുന്നേ അമേരിക്ക നടപ്പിലാക്കിയ ഓപ്പറേഷൻ നിംബിൾ ആർച്ചറിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഓപ്പറേഷൻ പ്രേയിങ് മാൻറ്റിസും ആരംഭിക്കുന്നത്. എന്നാൽ കഴിഞ്ഞതിനേക്കാൾ വലിയ സന്നാഹങ്ങളുമായായിരുന്നു ഈ ദൗത്യം നടന്നത് എന്ന് മാത്രം. രാവിലെ 8 മണിയോടെ SAG ബ്രാവോ ടീം ഇറാൻ്റെ സാസൻ ഓയിൽ പ്ലാറ്റ്ഫോമിനെ സമീപിച്ചു. SAG ബ്രാവോയിൽ 3 പടക്കപ്പലുകൾ ഉണ്ടായിരുന്നു. പ്ലാറ്റ്ഫോമിലുള്ള ഇറാനികൾക്ക് അത് ഉപേക്ഷിക്കാൻ 20 മിനിറ്റ് സമയം നൽകിക്കൊണ്ട് കപ്പലുകളിലൊന്നായ USS മെറിൽ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. അത് കേട്ട ചിലർ പിൻവാങ്ങുകയും ചിലർ അവിടെ തുടരുകയുമൊക്കെ ചെയ്തു. സമയം കഴിഞ്ഞതോടെ US കപ്പലുകൾ പ്ലാറ്റ്ഫോമിന് നേരെ വെടിയുതിർത്തു. പ്ലാറ്റ്ഫോമിലുണ്ടായിരുന്ന ഒരു ഇറാനിയൻ ZU-23 തോക്ക് വെച്ച് അവർ തിരിച്ചടിക്കുകയൊക്കെ ഉണ്ടായെങ്കിലും അധികം താമസിയാതെ ഇറാനികൾ തന്നെ വെടിനിർത്തലിന് അഭ്യർത്ഥിക്കുകയും US അത് അംഗീകരിക്കുകയും ചെയ്തു. അതോടെ മേഖല വിട്ടുപോകാൻ കുറച്ചുകൂടെ സമയം US അനുവദിക്കുകയും വീണ്ടും കുറേ പേർ പ്ലാറ്റ്ഫോം വിട്ടുപോവുകയും ഉണ്ടായി. എങ്കിലും ചിലർ പ്ലാറ്റ്ഫോമിൽ തന്നെ തുടരുകയും വെടിവെപ്പ് വീണ്ടും തുടരുകയും ഉണ്ടായി. അതോടെ പടക്കപ്പലുകളിൽ നിന്ന് ഒരു മറൈൻ AH-1 അറ്റാക്ക് ഹെലികോപ്റ്റർ പറന്നു വരികയും ഇറാൻ്റെ ചെറുത്തുനിൽപ്പിന് അറുതി വരുത്തുകയും ചെയ്തു. തുടർന്ന് മറൈൻ സൈനികർ പ്ലാറ്റ്ഫോമിൽ കയറുകയും പരിക്കേറ്റവരെയും മറ്റും പിടികൂടുകയും ഉണ്ടായി. അവിടെ ഉണ്ടായിരുന്ന ചില ആയുധങ്ങളും രഹസ്യാന്വേഷണ മൂല്യമുള്ള രേഖകളും ശേഖരിച്ചതിന് ശേഷം സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് ആ പ്ലാറ്റ്ഫോം US തകർക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് SAG ബ്രാവോ ടീമിനോട് രക്ഷ് ഓയിൽ പ്ലാറ്റ്ഫോമിലേക്ക് നീങ്ങാനും അത് നശിപ്പിക്കാനും ഉത്തരവ് വന്നു. ആ മുന്നേറ്റത്തിൽ 2 ഇറാനിയൻ F-4 ഫാൻറ്റം വിമാനങ്ങൾ SAG ബ്രാവോയ്ക്ക് നേരെ ആക്രമണം നടത്താൻ ശ്രമിച്ചെങ്കിലും അമേരിക്കൻ പടക്കപ്പൽ അതിൻ്റെ മിസൈൽ ഫയർ കൺട്രോൾ റഡാർ ഉപയോഗിച്ച് F-4 വിമാനങ്ങളെ ലോക്ക് ചെയ്തതോടെ അവ പിന്തിരിഞ്ഞു. ഇതിനിടയിൽ ഒരു സോവിയറ്റ് കപ്പലിനെ ഇറാനിയൻ കപ്പലായി തെറ്റായി തിരിച്ചറിയുകയും അതുപോലെ ഒരു UAE പട്രോൾ ബോട്ടിനെ ഇറാനിയൻ ബോട്ടായും തെറ്റായി കരുതുന്ന അവസ്ഥകളൊക്കെ അവിടെ ഉണ്ടായി. എങ്കിലും വെടിയുതിർക്കുന്നതിന് മുൻപ് ഐഡൻറ്റിറ്റി വ്യക്തമാക്കപ്പെട്ടതിനാൽ പ്രശ്നങ്ങൾ ഒഴിവായി. ഈ സമയം സ്ഥിതിഗതികൾ ശാന്തമാക്കാനുള്ള ഉത്തരവുകൾ ലഭിക്കുകയും രക്ഷന് നേരെയുള്ള US ആക്രമണം SAG ബ്രാവോ ടീം നിർത്തിവെക്കുകയുമാണ് ഉണ്ടായത്. അതേസമയം SAG ചാർലി ഇറാൻ്റെ സിറി ഓയിൽ പ്ലാറ്റ്ഫോം ലക്ഷ്യമാക്കിക്കൊണ്ട് സമാനമായ ഒരു ഓപ്പറേഷൻ ആരംഭിച്ചു. 3 പടക്കപ്പലുകളുമായി ക്യാപ്റ്റൻ ഡേവ് ചാൻഡലർ നയിച്ച SAG ചാർലി
നിർബന്ധിത മുന്നറിയിപ്പിന് ശേഷം ആ മേഖലയിലേക്ക് വെടിയുതിർക്കുകയും സജീവ എണ്ണ ഉൽപ്പാദന കേന്ദ്രമായിരുന്ന സിറിയയിലെ ഒരു ഗ്യാസ് ടാങ്കിൽ അപ്രതീക്ഷിതമായി ഒരു ഷെൽ പതിക്കുകയുമുണ്ടായി. അതിനെ തുടർന്ന് വൻ അഗ്നിഗോളം തന്നെ അവിടെ സൃഷ്ടിക്കപ്പെടുകയും അവിടെയുണ്ടായിരുന്ന ഇറാനിയൻ സൈനികരൊക്കെ അഗ്നിഗോളത്തിൽ ഇല്ലാതാവുകയും ചെയ്തു. കപ്പലിലുണ്ടായിരുന്ന സീൽ ടീമിനെ പ്ലാറ്റ്ഫോമിൽ കയറാൻ ആദ്യം ചുമതലപ്പെടുത്തിയിരുന്നെങ്കിലും പിന്നീട് അതിൻ്റെ ആവശ്യമില്ലെന്ന് തീരുമാനിക്കപ്പെട്ടു. ഈ രീതിയിൽ ഓയിൽ പ്ലാറ്റ്ഫോമുകൾക്ക് നേരെ അമേരിക്ക നടത്തിയ ആക്രമണങ്ങളോട് പ്രതികരിക്കാനായി ഇറാൻ 5 IRGCN ബോഗ് ഹാമർ സ്പീഡ് ബോട്ടുകളെ അയക്കുകയുണ്ടായി. പേർഷ്യൻ ഗൾഫിൻ്റെ തെക്കൻ മേഖലകളിലേക്ക് നീങ്ങിയ ഇവ ഇറാനികളുടേതല്ലാത്ത എല്ലാ ലക്ഷ്യങ്ങൾക്കും നേരെ മെഷീൻ ഗണ്ണും റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനേഡുകളും ഉപയോഗിച്ച് വൻതോതിൽ ആക്രമണം നടത്തി. അമേരിക്കൻ പതാക വഹിച്ചിരുന്ന ഓയിൽ റിഗ് സപ്ലൈ കപ്പലാക വിൻലി ടൈഡ്, ഹോങ്കോങ് പതാകയുള്ള ബ്രിട്ടീഷ് ടാങ്കറായിരുന്ന യോക്ക് മറൈൻ, സ്കാൻബേ എന്നീ കപ്പലുകളുമൊക്കെ ഈ ആക്രമണത്തിൽ തകർക്കപ്പെട്ടു. അന്നേ ദിവസം തന്നെ വൈകുന്നേരം USS എൻ്റർപ്രൈസിൽ നിന്ന് പറന്നുയർന്ന വിമാനങ്ങൾ ഇറാനിയൻ സ്പീഡ് ബോട്ടുകളെ കണ്ടെത്തുകയും നേരിടുകയും ചെയ്തു. വേഗത്തിൽ നീങ്ങുന്ന ഈ ബോട്ടുകളെ ലക്ഷ്യം വയ്ക്കുന്നത് ബുദ്ധിമുട്ടാണെന്നും USA അന്ന് മനസ്സിലാക്കി. എങ്കിലും രണ്ടാമതുണ്ടായ പോരാട്ടത്തിൽ ഒരു ബോട്ടിനെ മുക്കുകയും മറ്റുള്ളവ ഇറാനിയൻ മേഖലകളിലേക്ക് പിന്മാറുന്നതിനും കാരണമായി. മേഖലയിലുണ്ടായ ചില ഏറ്റുമുട്ടലിൽ മറ്റ് 2 ബോട്ടുകൾ കൂടെ അമേരിക്ക അന്നേ ദിവസം മുക്കുകയുണ്ടായി. US നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടി എന്നോണം ക്യാപ്റ്റൻ അബ്ബാസ് മാലിക്കിൻ്റെ നേതൃത്വത്തിലുള്ള ഇറാൻ്റെ കമാൽ ക്ലാസ് കപ്പലായ PTG ജോഷനോട് സംഭവ സ്ഥലത്തേക്ക് നീങ്ങാൻ ഉത്തരവിടപ്പെട്ടു. എങ്കിലും മിസൈൽ പട്രോൾ ബോട്ടായിരുന്ന ജോഷനോട് അന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന കാര്യത്തിൽ കൃത്യമായ ഉത്തരവുകളുടെ അഭാവവും അവിടെ ഉണ്ടായിരുന്നു. ഏകദേശം 3 മണിക്കൂറിനൊക്കെ ശേഷം ജോഷൻ SAG ചാർലിക്ക് അരികിലേക്ക് നീങ്ങുന്നതായി കണ്ടെത്തപ്പെട്ടു. ചാർലിയുടെ ക്യാപ്റ്റനായിരുന്ന ചാൻഡലർ USS വാൻ റൈറ്റിൽ നിലകൊണ്ട് കാര്യങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്തു. ആൻറ്റിഷിപ്പ് മിസൈലായ ഹാർപൂൺ ജോഷനിൽ ഉള്ളതുകൊണ്ട് തന്നെ കപ്പലുകൾക്ക് നേരെയുള്ള അപകട സാധ്യത വർദ്ധിച്ചു. ഇറാൻ നേവിയുടെ കയ്യിലുള്ള അവസാനത്തെ ഹാർപൂൺ മിസൈൽ കൂടിയായിരുന്നു ഇത് എന്ന് രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളുമുണ്ടായിരുന്നു. ഇരുവിഭാഗവും തമ്മിലുള്ള ദൂരം കുറഞ്ഞു തുടങ്ങിയതോടെ വഴിമാറിപ്പോകണമെന്നും ഇല്ലെങ്കിൽ വെടിയുതിർക്കുമെന്നും USS വെയിൻ റൈറ്റിൽ നിന്നും സന്ദേശങ്ങൾ നൽകി തുടങ്ങി. എന്നാൽ ജോഷൻ ഞങ്ങൾ അന്താരാഷ്ട്ര സമുദ്ര അതിർത്തിയിലാണെന്നും പ്രകോപനപരമായ യാതൊന്നും ചെയ്യില്ല എന്ന മറുപടിയാണ് നൽകിയത്. ഏതായാലും ഇരു മേഖലകളും തമ്മിലുള്ള ദൂരം 20 കിലോമീറ്ററൊക്കെയായി ചുരുങ്ങിയതോടെ ജോഷൻ അതിൻ്റെ ഫയർ കൺട്രോൾ റഡാർ ഉപയോഗിച്ച് USS വെയിൻ റൈറ്റിനെ ലക്ഷ്യം വെച്ചു. അതോടെ എഞ്ചിൻ നിർത്താനും കപ്പൽ ഉപേക്ഷിക്കാനും കപ്പൽ മുക്കും എന്ന നിലയിലുള്ള അവസാന മുന്നറിയിപ്പും US നൽകുകയുണ്ടായി. എന്നാൽ അധികം വൈകാതെ USS പടക്കപ്പൽ ലക്ഷ്യമാക്കി ഇറാൻ്റെ ജോഷൻ ഹാർപൂൺ മിസൈൽ തന്നെ തൊടുത്തു. ഹാർപൂൺ ആക്രമണത്തിന് മറുപടിയായി USS സിംസണിൽ നിന്ന് 4 സ്റ്റാൻഡേർഡ് മിസൈലുകളും USS വെയിൻ റൈറ്റിൽ നിന്ന് 1 മിസൈലും ജോഷനെ ലക്ഷ്യമാക്കി തൊടുക്കുകയുണ്ടായി. ഇതിൽ പലതും ജോഷനിൽ പതിക്കുകയും ചെയ്തു. എങ്കിലും കപ്പൽ മുങ്ങിയില്ല. ഇറാനിയൻ ഹാർപൂണിൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷ തേടാനായി വഴികൾ മാറ്റിയ USS വെയിൻ റൈറ്റിനെ തൊട്ടില്ല എന്ന നിലയിൽ മിസൈൽ കടന്നു പോവുകയും ചെയ്തു. അതോടെ US പടക്കപ്പലുകൾ ചേർന്ന് തോക്കുകൾ ഉപയോഗിച്ച് ജോഷനെ ആക്രമിക്കുകയും അതിനെ പൂർണ്ണമായി മുക്കുകയും ചെയ്തു. ഈ പോരാട്ടത്തിൽ 15 ഇറാനിയൻ നാവികർ കൊല്ലപ്പെട്ടതായാണ് കണക്ക്. ഈ പോരാട്ടം നടക്കുന്നതിനിടയിൽ 2 ഇറാനിയൻ F-4 ഫാൻറ്റം വിമാനങ്ങൾ ആക്രമണത്തിനായി എത്തിയെങ്കിലും പടക്കപ്പലുകളുടെ തിരിച്ചടിയിൽ അവയ്ക്കും പിന്മാറേണ്ടി വന്നു. 12:30 ക്യാപ്റ്റൻ ഷാരൂഖ് ഫാറിൻ്റെ നേതൃത്വത്തിലുള്ള സാം ക്ലാസ് ഫ്രിഗേറ്റായ സഹന്ത് ബന്ദർ അബ്ബാസിൽ നിന്ന് പുറപ്പെടുകയാണ്. അമേരിക്കയുടെ ലക്ഷ്യമായ സബലാൻ്റെ സഹോദര കപ്പലായിരുന്നു സഹന്ത്. സബലാനെപ്പോലെ കുപ്രസിദ്ധനല്ലെങ്കിലും പോരാട്ടങ്ങളിലൊക്കെ നിറഞ്ഞു നിന്ന ഒരു പടക്കപ്പൽ തന്നെയായിരുന്നു ഇതും. ഹോർമൂസ് കടലിടുക്കിൻ്റെ സമീപം ഉണ്ടായിരുന്ന USS ജോസഫ് സ്ട്രോസിൽ നിന്നും പറന്ന നിരീക്ഷണം നടത്തിയിരുന്ന 2 വിമാനങ്ങൾ ഏതായാലും സഹന്തിൻ്റെ സഞ്ചാരം കണ്ടെത്തുകയുണ്ടായി. വിമാനം താഴ്ത്തി പറത്തി കപ്പലിനെ നിരീക്ഷിക്കാൻ ശ്രമിച്ചതോടെ വിമാനം ലക്ഷ്യമാക്കി സഹന്ത് ആക്രമണം നടത്തുകയും ചെയ്തു. അന്ന് വിമാനത്തിൻ്റെ പൈലറ്റായിരുന്ന ലാങ്സ്റ്റൺ അതോടെ തിരിച്ച് കപ്പൽ ലക്ഷ്യമാക്കി ഒരു ഹാർപൂൺ തൊടുത്തു. മറ്റൊരു വിമാനവും ആക്രമണം നടത്തുകയുണ്ടായി. ആക്രമണങ്ങൾ കൃത്യമായി തന്നെ സഹന്തിൽ പതിക്കുകയും ചെയ്തു. തുടർന്ന് വിമാനങ്ങൾ ആയുധങ്ങൾ വീണ്ടും നിറച്ച് സഹന്തിനെ ആക്രമിക്കുകയുണ്ടായി. വലിയ രീതിയിൽ തന്നെ തകർന്ന സഹന്ത് കത്തിയെരിഞ്ഞു. ഇതിനിടയിൽ കപ്പലിലെ മരുന്നറയിൽ തീയെത്തുകയും അതിനെ തുടർന്ന് ഒരു വൻ സ്ഫോടനവും ഉണ്ടായതോടെ സഹന്ത് പൂർണ്ണമായും മുങ്ങുകയാണ് ഉണ്ടായത്. ഈ ദുരന്തത്തിൽ 50ഓളം ഇറാനിയൻ നാവികർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അതിനോടൊപ്പം
ഇറാൻ്റെ തന്ത്രപ്രധാനമായ ഒരു കപ്പൽ കൂടി അവർക്കന്ന് നഷ്ടപ്പെട്ടു. ബന്ദർ അബ്ബാസിലേക്കും ഹോർമൂസ് കടലിടുക്കിലേക്കുമുള്ള പ്രവേശന കവാടങ്ങൾ നിരീക്ഷിച്ചിരുന്ന SAG ഡെൽറ്റയുടെ ഭാഗമായാണ് USS ജോസഫ് സ്ട്രോസ് അന്ന് പ്രവർത്തിച്ചിരുന്നത്. SAG ഡെൽറ്റയിൽ USS ജാക്ക് വില്യംസ്, USS ഓബ്രയാൻ, USS ജോസഫ് സ്ട്രോസ് എന്നീ കപ്പലുകളാണ് ഉണ്ടായിരുന്നത്. ഇറാൻ ഈ കപ്പലുകൾക്ക് നേരെ ഹോർമൂസ് മേഖലയിൽ നിന്ന് ഒന്നിലധികം സിൽക്ക് വോം മിസൈലുകൾ തൊടുത്തതായി റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നെങ്കിലും ഒന്നും വിജയത്തിലെത്തിയില്ല. പലയിടത്തും ഇറാൻ തിരിച്ചടിക്കാൻ നോക്കിയിട്ടും ഒന്നും വിജയത്തിലെത്തിയില്ല എന്നത് തന്നെയാണ് അതിൻ്റെ ചുരുക്കം. എങ്കിലും ഇറാൻ ഇവിടെയൊന്നും പിന്മാറുന്നില്ല. കുപ്രസിദ്ധി ആർജിച്ച അമേരിക്ക പൂർണ്ണമായും നിരീക്ഷിക്കുന്ന സബലാൻ വൈകുന്നേരത്തോടെ ബന്ദർ അബ്ബാസിൽ നിന്ന് പുറപ്പെടുകയുണ്ടായി. ഈ സമയം ഈ മേഖലയിൽ അമേരിക്കയുടെ ഒരൊറ്റ വിമാനം മാത്രമേ നിരീക്ഷണത്തിനായി ഉണ്ടായിരുന്നുള്ളൂ. കപ്പലിനെ നിരീക്ഷിക്കാനായി ലഫ്റ്റനന്റ് കമാൻഡർ ജെയിംസ് ആംഗ്ലർ പറത്തിയ A6 വിമാനം വീണ്ടും താഴ്ത്തി പറത്തുകയുണ്ടായി. അതോടെ സബലാനിൽ നിന്ന് ഒരു SA-7 മിസൈൽ വിമാനത്തിന് നേരെ തൊടുത്തു. അതോടെ ജെയിംസ് ആംഗ്ലർ സബലാനെ ലക്ഷ്യമാക്കി ഒരു ലേസർ ഗൈഡഡ് ബോംബ് നിക്ഷേപിച്ചു. കൃത്യമായി ലക്ഷ്യം കൊണ്ട ഈ ആക്രമണത്തിൽ തന്നെ കപ്പൽ തകരുകയും എൻജിൻ നിലച്ച് കപ്പൽ കത്താൻ തുടങ്ങുകയും ചെയ്തു. ഈ ധീരതയ്ക്ക് അദ്ദേഹത്തിന് പിന്നീട് ഡിസ്റ്റിങ്വിഷ്ഡ് ഫ്ലൈയിങ് ക്രോസ് ബഹുമതിയൊക്കെ ലഭിക്കുകയുണ്ടായി. ഏതായാലും കപ്പൽ തകർന്നതോടെ സഹായത്തിനായി കപ്പലിൽ നിന്ന് സന്ദേശങ്ങളും വന്നു. തകർന്ന സഹായത്തിനായി സന്ദേശങ്ങൾ പുറപ്പെടുവിച്ച ഒരു കപ്പലിനെ വീണ്ടും ആക്രമിച്ച് തകർക്കുക അഥവാ കൂടുതൽ വിമാനങ്ങൾ വന്ന് ആക്രമിക്കുന്നത് സെൽഫ് ഡിഫൻസിൻ്റെ നിയമപരിധിയിൽ വരാത്തത് കൊണ്ട് തന്നെ ആക്രമണം അവിടെ അവസാനിപ്പിച്ചു. കുപ്രസിദ്ധി നേടിയ സബലാനെ ഇറാൻ ബന്ദർ അബ്ബാസിലേക്ക് തന്നെ വലിച്ചു കെട്ടി കൊണ്ടുപോവുകയും അറ്റകുറ്റപ്പണികൾക്കൊക്കെ ശേഷം പിൽക്കാലത്ത് സർവീസിൽ തുടരുകയുമുണ്ടായി. ഓപ്പറേഷൻ പ്രേയിങ് മാൻറ്റിസുമായി ബന്ധപ്പെട്ട യുദ്ധത്തിൽ അമേരിക്കയ്ക്കുണ്ടായ ഏക നഷ്ടമെന്നത് മറൈൻ കോർപ്സിൻ്റെ ഒരു ഹെലികോപ്റ്റർ തകർന്നു വീണതായിരുന്നു. ഇവ ഇറാൻ വെടിവെച്ചിട്ടതല്ല, പകരം സ്വാഭാവികമായ ഒരു അപകടമായിരുന്നു എന്ന് പിന്നീട് കണ്ടെത്തി. ഏതായാലും സബലാനും സഹന്തും തകർന്നതോടെ ഓപ്പറേഷൻ പ്രേയിങ് മാൻറ്റിസ് അവസാനിച്ചു. ഇറാനുമായുള്ള ഈ യുദ്ധത്തിലെ അടുത്ത പ്രധാന സംഭവം 1988 ജൂലൈ 3 നടന്ന ഒരു ദാരുണമായ അപകടമായിരുന്നു. ബന്ദർ അബ്ബാസിൽ നിന്ന് ദുബായിലേക്ക് പറന്നുയർന്ന ഇറാൻ്റെ വിമാനത്തെ USS വാർഷിപ്പായ USS വിൻസെൻസെ ഫൈറ്റർ ജെറ്റ് എന്ന രീതിയിൽ തെറ്റായി കണ്ടെത്തുകയും വിമാനത്തിന് നേരെ 2 മിസൈലുകൾ തൊടുത്തുവിടുകയുമുണ്ടായി. അതോടെ വിമാനം തകരുകയും അതിലുണ്ടായിരുന്ന 290 യാത്രക്കാരും കൊല്ലപ്പെടുന്ന അവസ്ഥയും വന്നെത്തി. ഇറാൻ അമേരിക്ക ബന്ധങ്ങൾ പൂർണ്ണമായി തകരുന്നതിന് ഇത് പിന്നീട് കാരണമായി എന്നും പറയാം. ഏതായാലും അധികം വൈകാതെ വർഷങ്ങളായി തുടരുന്ന ഇറാൻ ഇറാഖ് യുദ്ധം അവസാനിക്കുന്നതും ലോകം കണ്ടു. 1988 ഓഗസ്റ്റ് 20 ഇറാൻ ഇറാഖ് തമ്മിലുള്ള വെടിനിർത്തൽ സൃഷ്ടിക്കപ്പെടുന്നത്.